ലോ പ്രൈസിൽ ഈ ഫ്രീലാൻസേഴ്സ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ആ സർവീസിന്റെ ഒരു ക്വാളിറ്റീനെ ബാധിക്കും അല്ലെ, വാല്യൂ പോകും. 99 റുപ്പീസിന് 199 റുപ്പീസിന് 299 റുപ്പീസിനൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിന്റെ പീക്കിലേക്ക് എത്തിയോ? ഇനി എന്താണ് അതിന്റെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ChatGPT, Gemini ഇതൊക്കെ ഉണ്ട്. ഇതല്ല, ഇതിനപ്പുറം ഒരുപാട് ടൂൾസ് ഉണ്ട്. ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് മാത്രം സെയിൽസ് വരും, അതൊരു റവന്യൂ സോഴ്സ് ആണോ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. കോൺസ്റ്റന്റ് ആയിട്ടുള്ള റവന്യൂ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്തോ നമുക്ക് ബൂസ്റ്റ് ആയിട്ടുള്ള കിട്ടൂല. മാർക്കറ്റിംഗ് പഠിക്കേണ്ട ആവശ്യം എന്തുകൊണ്ടാണ്? ലൈക്ക് ഒരു പാഷൻ ആയിട്ടാണോ അതോ ഒരു ട്രെൻഡ്? ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഹലോ എവ്രിവൺ, സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എൻട്രി അഡ്വർടൈസിംഗ്. നമ്മുടെ കൂടെയുണ്ട് സൽവ ഹാരിസ്, വൺ ഓഫ് ദി എക്സ്പീരിയൻസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെന്റർ അറ്റ് എൻട്രി. സോ ഇന്ന് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവാണ്. കുറേ ഡൗട്ടുകൾ ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അല്ലേ. സോ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിന്റെ പീക്കിലേക്ക് എത്തിയോ? ഇനി എന്താണ് അതിന്റെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ? പീക്കിലെത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മാർക്കറ്റിംഗ് സ്റ്റോപ്പ് ആവുന്നില്ല അല്ലെ. അതേപോലെ തന്നെ ടെക്നോളജി സ്റ്റോപ്പ് ആവുന്നില്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് സ്റ്റോപ്പ് ആവുന്നില്ല. ഓരോരോ കാര്യങ്ങൾ മാറി മാറി വരുന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പീക്കത്തിന് അതിനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ടെക്നോളജീസ് മാറുന്നുണ്ട്, അൽഗോറിതംസ് മാറുന്നുണ്ട്, പ്ലാറ്റ്ഫോംസ് മാറുന്നുണ്ട്, ഓഡിയൻസിന്റെ ഇൻസൈറ്റ്സ്, ബിഹേവിയർ, ഇന്റൻഷൻ ഇതൊക്കെ മാറുന്നുണ്ട്. സോ അതിനനുസരിച്ചിട്ട് പുതിയ പുതിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ പരീക്ഷിക്കണം, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പരീക്ഷിക്കണം. അപ്പം എപ്പോഴും ഗ്രോത്ത് ഫേസിൽ തന്നെ ഉള്ള ഒരു ഫീൽഡാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഈ AI. ഇപ്പൊ എവിടെ നോക്കിയാലും AI ആണ്. ലൈക്ക് ഇൻസ്റ്റ എടുത്ത AI അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത AI, ഇപ്പൊ ChatGPT ഉണ്ട്, Gemini ഉണ്ട്. ഇതൊക്കെ ബേസിക് സാധനങ്ങളാണ്. ഇനിയും ഒരുപാട് മറ്റേ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള AI ടൂൾസ് ഉണ്ട്. അപ്പൊ ഈ AI ടൂൾസ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയോ അതോ കൂടുവോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ? ജോബ് ഓപ്പർച്യൂണിറ്റീസ്, റോൾസ് മാറാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചെറിയ ചെറിയ ജോബ് റോൾസ് ഉണ്ടല്ലോ, അതൊക്കെ മാറാൻ ഇല്ലാണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ടൂൾസ് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇപ്പം ജോർജ് പറഞ്ഞു നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ChatGPT, Gemini ഇതൊക്കെ ഉണ്ട്. ഇതല്ല, ഇതിനപ്പുറം ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ, എൻട്രിയിൽ തന്നെ ഇപ്പൊ ഞാനൊരു ദിവസം യൂസ് ചെയ്യുന്ന AI ടൂൾസ് എന്തൊക്കെയാണ്, അതിൽ പലരും അറിയാത്ത ടൂൾസ് ആണ്. യെസ്, അപ്പൊ അങ്ങനെ കുറെ ടൂൾസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്യാൻ അറിയെങ്കിൽ ഇപ്പൊ 2 പേര് ചെയ്യുന്ന ജോലി ഒരാൾക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ചെറിയ ചെറിയ ജോബ് റോൾസ് ഇല്ലാണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പഠിക്കുക, AI കുറിച്ച് കൂടുതൽ പഠിക്കുക, AI ടൂൾസ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പഠിക്കുക. അപ്പം ആ ജോബിന്റെ ഒരുപടി മുകളിലോട്ടേക്ക് നമുക്ക്, നമ്മളിപ്പം ചെയ്യുന്നത് എന്താണോ അതിന്റെ ഒരുപടി മുകളിലോട്ടേക്കുള്ള രീതിയിൽ നമുക്ക് കരിയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇപ്പൊ കൂടുതൽ ബ്രാൻഡുകളും ഫോക്കസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം റീൽസിലാണ്. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം റീൽസ് ആണ്. ഭയങ്കര എമൗണ്ട് ഒക്കെ ലൈക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സേഫ് സ്ട്രാറ്റജി ആണോ അതോ നമ്മൾ ഓൾട്ടർനേറ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടോ? ഐ വുഡ് സേ റീൽസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ഒരു റിസ്കി ഫാക്ടറാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ റീൽസിന്റെ കേസ് ആണെങ്കിലും കുറച്ചു കാലം മുമ്പ് ചെയ്ത പോയ അൽഗോരിതം ഇപ്പൊ ഉള്ളത്. അപ്പൊ ഈ അൽഗോരിതം മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ചില സമയത്ത് നമ്മൾ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഗ്രോത്ത്, നമ്മുടെ ബിസിനസ് ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ റീൽസ് ചെയ്യുന്നത് അത് ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. വെബ്സൈറ്റ് ഒന്നും ഉണ്ടാക്കാൻ ഇന്ന് ഭയങ്കര എക്സ്പെൻസീവ് അല്ല, ഭയങ്കര എളുപ്പമാണ്, കോഡിംഗ് ഒന്നും ആവശ്യമില്ല. അപ്പൊ വെബ്സൈറ്റ് ഉണ്ടാക്കുക, SEO ചെയ്യുക, ലോക്കൽ ബിസിനസ് ആണെങ്കിൽ GBP വെരിഫൈ ചെയ്യുക. അനി അതല്ല വേറെ പ്ലാറ്റ്ഫോംസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വേറെ ട്രൈ ഔട്ട് ചെയ്യുക. റീൽസിൽ മാത്രം ഒതുങ്ങാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അതുപോലെ തന്നെ ഇപ്പൊ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഇപ്പൊ എല്ലായിടത്തും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. ഒരുപാട് പൈസയാണ് ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുന്നത്. ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇവര് ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് മാത്രം സെയിൽസ് വരും, അതൊരു റവന്യൂ സോഴ്സ് ആണോ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ബ്രാൻഡ്സും കൂടുതലായിട്ട് ഇപ്പം നാനോ ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെങ്കിൽ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് അവർ കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം എന്താണ്, അവർ വളരെ റോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എൻഗേജ്മെന്റ് കൂടുതൽ, അവരുടെ ഓരോ വീഡിയോസിനും എൻഗേജ്മെന്റ് കൂടുതലാണ്. ചിലപ്പം ഫോളോവേഴ്സ് കൗണ്ട് കുറവായിരിക്കും. അവിടെ ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ നോക്കുമ്പം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ബിസിനസ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനടുത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതിനോട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ
നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഫോളോവർ കൗണ്ട് മാത്രം നോക്കിയിട്ട് ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലോട്ടേക്ക് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പാടില്ല. നമ്മുടെ പൈസ വെറുതെ പോകാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ ഈ പൈസ പോകുന്ന കേസ് പറയുമ്പോൾ ഈ ബൂസ്റ്റ് ആഡ് ഉണ്ട്. ഇപ്പൊ എവിടെ നമുക്ക് കോമൺലി നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് തന്നെയാണ്. അതായത് ബൂസ്റ്റ് ആഡും ഉണ്ട്, ആഡ്സ് മാനേജർ വഴി ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും സെയിം ആണെന്നുള്ള ഡൗട്ട് ഉണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ബൂസ്റ്റ് ആഡ്സ് കൊണ്ട് നമുക്ക് റിസൾട്ട് വരുമോ? നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ബൂസ്റ്റ് ആഡ് ഏതൊരു മനുഷ്യനും ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അത്യാവശ്യം കാര്യങ്ങളൊന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരാൾക്കാണെങ്കിൽ ജസ്റ്റ് ബൂസ്റ്റ് ആഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ വീഡിയോ ഇട്ടു, അതിന് നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ ഒരു വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ പറ്റും. പക്ഷെ അത് ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള റവന്യൂ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്തോ നമുക്ക് ബൂസ്റ്റ് ആയിട്ടുള്ള കിട്ടൂല. അത് വളരെ ലോക്കൽ ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഇനീഷ്യൽ സെറ്റപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എപ്പോഴും ഒരു കോൺസ്റ്റന്റ് രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ്സ് മാനേജർ വെച്ചിട്ട് തന്നെ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇപ്പൊ നമ്മളിപ്പോ കുറെ കോണ്ടന്റ് മലയാളത്തിലല്ലാതെ ഇംഗ്ലീഷിൽ ചെയ്യുന്ന കോണ്ടന്റുകൾ കുറെ കാണുന്നുണ്ട് നമ്മുടെ കേരളത്തിലുള്ള ബ്രാൻഡ്സ് തന്നെ. അപ്പോൾ അത് ഏതായിരിക്കും ബെറ്റർ? അതായത് മലയാളത്തിൽ ചെയ്യുന്നതാണോ അതോ ഇംഗ്ലീഷിൽ ചെയ്യുമ്പോൾ കൂടുതൽ റീച്ച്? കാരണം ഓഡിയൻസ് ഒബ്വിയസ്ലി കൂടുതലായിരിക്കും. അപ്പൊ ആ ഓഡിയൻസ് റീച്ച് കിട്ടാനൊക്കെ ഏറ്റവും നല്ലത് ഇംഗ്ലീഷ് ആണോ അതോ കേരളത്തിലുള്ള ഒരു ബ്രാൻഡ് മലയാളത്തിൽ തന്നെ കോണ്ടന്റ് ചെയ്യായിരിക്കും നല്ലത്? അത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ നമ്മൾ പെയ്ഡ് അഡ്വർടൈസിംഗിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് ക്രിയേറ്റീവ്സ് ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ഇപ്പൊ നമ്മളൊരു ലോക്കൽ ഓഡിയൻസിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അതിപ്പോ മലയാളത്തിൽ കേരളൈറ്റ്സിനെ ആണെങ്കിൽ നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്നു. ഇനിയിപ്പം കേരളത്തിൽ തന്നെ നമ്മൾ ഹിന്ദിക്കാരുണ്ട്, അപ്പൊ അവർക്കാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ലാംഗ്വേജിൽ കൊടുക്കാം. ഇനി അതല്ല നമ്മൾ ദുബായ് UAE പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് കൾച്ചേഴ്സ് ഉണ്ട് അല്ലെ, ഒരുപാട് നാഷണാലിറ്റീസ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നമ്മൾ ക്രിയേറ്റീവ്സ് കൊടുക്കുന്ന സമയത്ത് ആ രീതിയിലുള്ള കോണ്ടന്റ്, ആ ഒരു ലാംഗ്വേജിലുള്ള കോണ്ടന്റ്സ് കൊടുക്കേണ്ടി വരും. പിന്നെ ഇംഗ്ലീഷിന്റെ കേസ് വെച്ചാൽ അത് ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ലൈക് കൂടുതൽ റീച്ച് ബ്രോഡായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം നമ്മൾ ഓർഗാനിക് കോണ്ടന്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ആ കോണ്ടന്റ് ക്രിയേറ്ററിന്റെ പേര് മറന്നേ, ആളെ വീഡിയോയിൽ ആൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഒരു കാര്യം പറയും, ഇംഗ്ലീഷിൽ പറയും, അതേ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യും, ഹിന്ദിയിൽ പറയും. അപ്പൊ ഒരു റീലില് ഇവർ ചെയ്യുന്നത് വെച്ചാൽ 2 ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഉപകാരം എന്താന്ന് വെച്ചാൽ ഈ 2 തരത്തിലുള്ള ഓഡിയൻസിലോട്ടേക്കും വളരെ കണ്ടന്റ് ചുരുക്കിയിട്ട് പറയും. പക്ഷെ എന്നാലും ഇത് 2 ലാംഗ്വേജിൽ അവർ പറയും. അത് വർക്ക് ആവുന്നുണ്ട്. അതിന്റെ അവർ കേസ് സ്റ്റഡി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ആ ക്രിയേറ്ററിന്റെ പേര് മറന്നേ, പക്ഷെ അതാണ് ആ ഒരു ലോക്കലൈസേഷൻ. അത് ആക്ച്വലി നല്ല രീതിയിൽ വർക്ക് ആവുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ഇപ്പൊ എല്ലായിടത്തും ഉള്ളത്. SEO ഇതിന്റെ ഒരു റോൾ എന്താണ്? SEO ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണോ SEO എന്ന് പറയുന്നത്? SEO ഒരിക്കലും എന്താ പറയുക സ്റ്റോപ്പ് ആവുന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു SEO മാറി SEO ചെയ്യണ്ട എന്നൊക്കെ പറയട്ടെ. പക്ഷെ SEO ചെയ്യണ്ട എന്നല്ല, SEO ചെയ്യണം. പക്ഷെ SEO ചേഞ്ചസ് വന്നിട്ടുണ്ട്. ലൈക്ക് AI ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള AEO GEO ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ SEO ചെയ്യണം. ഇനിയിപ്പം SEO സ്റ്റോപ്പ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ SEO റിലേറ്റഡ് കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇപ്പം ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ തന്നെ അതും SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് മാറി. അവിടെ #ടാഗ്സ് അല്ല, അവിടെ കീവേഡ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം അത് മാത്രമല്ല, ഗൂഗിളിൽ നമുക്ക് ഷോർട്ട് വീഡിയോസ്, അതായത് ഇൻസ്റ്റഗ്രാമിന്റെ പ്രൊഫൈൽസും വീഡിയോസും ഒക്കെ കോണ്ടന്റുകൾ സെർച്ച് എഞ്ചിനിൽ വരാൻ തുടങ്ങി. അപ്പൊ SEO ഒരിക്കലും അവിടെ എന്താവുന്നില്ല, സ്റ്റോപ്പ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം എന്ത് പ്ലാറ്റ്ഫോംസ് ചെയ്യുകയാണെങ്കിലും അവിടെ SEO ഒപ്റ്റിമൈസ്ഡ് ആക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് SEO ലൈക്ക് നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന SEO അല്ല, ഒപ്റ്റിമൈസ്ഡ് ആയിട്ട്. എക്സാക്ട്ലി. SEO മാത്രമല്ലല്ലോ, വേറെ ഇപ്പൊ AEO GEO അതാ ഞാൻ പറഞ്ഞത്. അപ്പം AEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് SEO ചെയ്യേണ്ടി വരും. സോ ദാറ്റ് നമ്മളുടെ കോണ്ടന്റുകൾ, നമ്മളുടെ വെബ്സൈറ്റുകൾ, നമ്മളുടെ ബിസിനസ് നെയിംസ് നമുക്ക് ChatGPTയിലും ജെമിനിയിലും ഒക്കെ കാണാം. ഈ SEOക്ക് തന്നെ ഒരു വേറെ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ്, അതായത് വെബ്സൈറ്റ് റാങ്കിങ് മാത്രമല്ല, അതിപ്പോ AEO ഒക്കെ വന്നത് കാരണം അവർക്ക് അവിടെയും കുറെ ഓപ്പർച്യൂണിറ്റീസ്. ഇനിയിപ്പോ ChatGPTയുടെ ആഡ് വരാൻ വേണ്ടി പോവാണ്, ഞാൻ കണ്ടായിരുന്നു ആഡ് വരുന്നുണ്ട്. അവിടെയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം SEO പോകുന്നില്ല. അപ്പൊ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേസ് പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റ് ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല. ബട്ട് അപ്ഡേറ്റഡ് വേർഷൻസ് വരും, അത് നമ്മൾ പഠിക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഒരു 8+ years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന നിലയ്ക്ക് ഇപ്പൊ ഞാനിപ്പോ ഒരു പ്രോഡക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനൊരു റേറ്റ് പറയും. ഇപ്പൊ ഫ്രീലാൻസറായിട്ട് ഞാനൊരു റേറ്റ് പറയും, വേറൊരാൾ വേറെ റേറ്റ് പറയും. ഈ ഒരേ സർവീസ് തന്നെ ഞാൻ 1000 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടാവും, ചിലർ 10,000 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഈ ലോ പ്രൈസിൽ ഈ ഫ്രീലാൻസേഴ്സ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ആ സർവീസിന്റെ ഒരു ക്വാളിറ്റീനെ ബാധിക്കുമോ, അല്ലെങ്കിൽ അതിന്റെ ഒരു വാല്യൂ പോവോ? എന്താ തോന്നിയിട്ടുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
വാല്യൂ ഒരുപാട് ഇടിയുന്നതിന് കാരണം ഇപ്പം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു ഇത് കഴിഞ്ഞു ഇത് സ്റ്റോപ്പായോ, ഇതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 99 റുപ്പീസിന് 199 റുപ്പീസിന് 299 റുപ്പീസിനൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് എനിക്ക് മനസ്സിലാവില്ല. കാരണം എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു, കുറച്ച് ക്രിയേറ്റീവ്സ് യൂസ് ചെയ്യുന്നു, ഇടുന്നു. ഇതിന് മേ ബി മെനക്കേടില്ല. കാരണം നമുക്ക് കുറച്ച് ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ ഇമേജസ് കിട്ടും, ക്യാൻവയിൽ ഇമേജസ് കിട്ടും. ഇത് വെച്ചിട്ട് ചുമ്മാ പോസ്റ്റിംഗ് അല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പൊ അത് മാത്രം വിചാരിച്ചിട്ട് ആൾക്കാരെ കബളിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ 1 മാസം 2 മാസം പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല. അങ്ങനെ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഈ ബ്രാൻഡ്സിന് അല്ലെങ്കിൽ ക്ലയൻസിന് എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ഇത്രേ ഉള്ളൂ. അപ്പം അതിന് ആ ഒരു മനോഭാവമായിരിക്കും. അവർ പിന്നെ അതിൽ ഒരിക്കലും കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല. അപ്പൊ ഫ്രീലാൻസേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിതൊരു കരിയർ ആയിട്ട് ഒരു മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾ പൈസ ഭയങ്കര കുറച്ച് അതിനെ ചീപ്പാക്കരുത്. നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള രീതിയിൽ പറയാം. കാരണം അതിന് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഡെഫിനറ്റ്ലി ഒരു 3 മാസത്തിൽ റിസൾട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ 4ാമത്തെ മാസം നിങ്ങൾ ഇപ്പൊ എന്താണോ പൈസ വാങ്ങിക്കുന്നത് അതിന്റെ ഇരട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്ന ഒരു നെഗറ്റീവ് തിങ് എന്ന് പറയുന്നത് ഒരു പൈസ കുറവിൽ ഒരു ഫ്രീലാൻസർ ചെയ്തു, അത് ചെയ്തിട്ട് റിസൾട്ട് വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രൈ ഒരു കാര്യം അതാണ്. കാരണം ക്ലയന്റിന് പിന്നെ അതിലോട്ടേക്ക് ഒരു ട്രസ്റ്റും ഒരു ഹോപ്പും ഇല്ലാണ്ടാവും. സോ ഒരിക്കലും അത് ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ് തന്നെ കംപ്ലീറ്റ്ലി ഡൗൺ ആവുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റുഡന്റ് ഇപ്പൊ ഏതെങ്കിലും സ്റ്റുഡൻസ് ഒക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കേണ്ട ആവശ്യം എന്തുകൊണ്ടാണ്? ലൈക്ക് ഒരു പാഷൻ ആയിട്ടാണോ പഠിക്കേണ്ടത്, അതോ ഒരു ട്രെൻഡ് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുകൊണ്ട് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുക്കാം അങ്ങനെയാണോ വേണ്ടത്, അതോ പാഷനിൽ തന്നെ പഠിക്കേണ്ട കാര്യമാണോ? അത് വേറൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സ്റ്റുഡൻസിന് എടുക്കുന്ന സമയത്ത് ലൈക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവല്ലോ. അതിൽ ചില ആൾക്കാർ ഈ പറഞ്ഞതുപോലെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡിങ് ആവുന്നു, എല്ലാവരും പഠിക്കുന്നു, കുറച്ച് പോസ്റ്റേഴ്സ് ഇടുന്നു, കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, കുറച്ച് AI വീഡിയോസ് ഉണ്ടാക്കുന്നു, അതിൽ നിന്നും കുറേ പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ മാത്രം വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു ഫീൽഡ് പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഉള്ളിലും കുറച്ച് കോൺസെപ്റ്റുകൾ, സ്ട്രാറ്റജീസ്, ടെക്നിക്കൽ വൈസ് കാര്യങ്ങൾ ഇതുണ്ട്. അപ്പം ഇതിനൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, പാഷനേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിൽ ഫോക്കസ് ചെയ്ത് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞാൽ അത് അവിടെ നിർത്തും. അവര് അതിനെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അതിനെ റിസർച്ച് ചെയ്യാനോ അതിന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വരുന്ന കാര്യങ്ങൾ പഠിക്കാനോ ഇതിനവർ നിൽക്കൂല. അപ്പൊ അത് ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അപ്പം നമുക്ക് എന്താണ് പഠിച്ചിട്ട് വലിയ കാര്യമില്ല എന്നുള്ളൊരു തോട്ട് വരും. അങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരിക്കലും സ്റ്റോപ്പ് ആവരുത്. ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ വേണ്ടി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അതിനോടൊരു പാഷനായിട്ട് നമ്മൾ ട്രെൻഡ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു കാര്യം പറയാനുള്ള ലൈക്ക് എല്ലാ ദിവസവും അപ്ഡേറ്റ് ഉള്ള ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ കുട്ടികളുടെ കേസ് നോക്കുവാണെങ്കിലും അവരുടെ മുമ്പിലും കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവര് പൈസ ഉണ്ടാക്കുന്നു. അപ്പൊ ഇവരെന്താ വിചാരിക്കുന്നത്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഇതല്ല, ഇതിന്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് 3 ഇയേഴ്സിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഉണ്ടാവാൻ പോകുന്നതിലേക്ക് ഒരു മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പൊ AI എന്തായാലും ഡോമിനേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ വേറൊരു സാധനം വരുന്നുണ്ട്, ഈ പേഴ്സണൽ ബ്രാൻഡിങ് വേവ് എന്ന് പറഞ്ഞിട്ട്. അത് പേഴ്സണൽ ബ്രാൻഡിങ്. അപ്പൊ ഈ ഒരു 3 വർഷത്തിൽ AI ആണോ ഡോമിനേറ്റ് ചെയ്യുക, അതോ ഈ പേഴ്സണൽ ബ്രാൻഡിങ് ആണോ ഡോമിനേറ്റ് ചെയ്യുക? കാരണം എല്ലാ ബിസിനസ് ഓണേഴ്സ് ഇപ്പൊ പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ എന്തും പേഴ്സണൽ ബ്രാൻഡിങ്ങിലാണ് പോകുന്നത്. നമ്മൾ പണ്ട് പ്രാഞ്ചേട്ടൻ സിനിമയിൽ കളിയാക്കിയിരുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ പ്രാഞ്ചി ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കാനാണ് നോക്കിയത്. അപ്പൊ എന്താണ് തോന്നുന്നത് 3 ഇയേഴ്സിൽ? AI വിത്ത് പേഴ്സണലൈസേഷൻ ആയിരിക്കും കൂടുതലായിട്ട്. അതായത് പേഴ്സണലൈസേഷനിലോട്ടേക്കാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പം കടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ തന്നെ കാണുന്നില്ലേ, ഒരു 10 വയസ്സ് 12 വയസ്സിലെ കുട്ടികൾ ഞാൻ എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ Day 1 ഓഫ് സ്റ്റാർട്ടിങ് മൈ ബിസിനസ്. ഇവര് തുടങ്ങുന്നത് മറ്റു വല്ല കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ മറ്റേ പെൻസിൽസോ ക്രയോൺ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷെ അത് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു നമ്മളെ എന്താ പറയുക, ഒരു പേഴ്സണൽ ബ്രാൻഡിങ് സെറ്റ് ചെയ്യുമ്പം അതിൽ AIയും കൂടിയും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ വലിയൊരു ബൂം തന്നെയായിരിക്കും ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വരാൻ വേണ്ടി പോകുന്നത്. അത് ഓൾറെഡി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ആൾക്കാർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലായിരിക്കാം ഇപ്പം നമ്മളെ ഫേസ് തന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതിന് പകരം AI വെച്ചിട്ട് അത് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ കുറെ രീതിയിൽ. പക്ഷെ എന്നാലും അവിടെ പേഴ്സണലൈസേഷൻ എന്നുള്ള സാധനമായിരിക്കും കൂടുതലായിട്ട് ഇതിനെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം യൂട്ടിലൈസ് ചെയ്യുക, എല്ലാ ഓപ്പർച്യൂണിറ്റീസും യൂട്ടിലൈസ് ചെയ്തിട്ട് പോവുക. ഇന്നതെന്നില്ല നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇന്ന് ഇതാണെങ്കിൽ നാളെ മാറും, അത് വിചാരിക്കുക ഉറപ്പായിട്ടും. അല്ലാതെ ഇന്നെടുക്കാം നാളെ നാളെ എടുക്കാം. ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയില്ലേ, മലയാളത്തിൽ പറയുന്ന പഴഞ്ചൊല്ല് പറയല്ലോ, ഒഴുക്കിനനുസരിച്ച് നമ്മൾ അങ്ങനെ പോവാ എന്നുള്ളതാണ്. അല്ലെങ്കിൽ
നിങ്ങൾ നേരത്തെ ഫസ്റ്റ് ചോദിച്ച പോലെ തീർന്നു ഇല്ല അവിടെ അവിടെ നിൽക്കും. ഓക്കെ. സോ എന്തായാലും ലൈക്ക് ഇനി നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഇത് അവസാനിക്കുന്നില്ല, നമ്മുടെ ഈ സെഷനും അവസാനിക്കുന്നില്ല. നമ്മൾ പാർട്ട് 2 പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അതിപ്പോൾ ഈ കാര്യങ്ങൾ മാത്രമല്ല ഏത് ഫീൽഡിനെ കുറിച്ചും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സൽവ വിൽ ബി വെരി ഹാപ്പി ടു ഹെൽപ്പ് യു ആൾ. സോ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സമയം കളഞ്ഞ് ഞങ്ങളുടെ വീഡിയോ കണ്ടതിനും കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ വിൽ ബി ബാക്ക് വൺസ് അഗെയിൻ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.